ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. ഞങ്ങൾ സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. സ്കൂളിൽ 10ൽ ഒരുമിച്ച് പഠിച്ചത് മാത്രമല്ല, ഞങ്ങൾ ട്യൂഷന് പോലെ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ട്യൂട്ടോറിയാണ് എല്ലാവരും ഒരുവിധം പോകാറുള്ളത് അല്ലേ. ഇപ്പോൾ ആണല്ലോ ഹോം ട്യൂഷനൊക്കെ ആയതും ഓൺലൈൻ ട്യൂഷൻസൊക്കെ ഉണ്ടായത്. അന്നൊക്കെ ഞങ്ങൾ 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂട്ടോറിയലാണ് കൂടുതലും. അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നത്. ഒരുമിച്ച് പഠിച്ച് മാത്രമല്ല, 10ാം ക്ലാസ് SSLC ടൈമിൽ അന്നത്തെ കാലഘട്ടം, അതായത് 2015 ഞങ്ങളുടെ SSLC ടൈം. അന്ന് SSLC എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള സമയമാണ്. SSLC ആണ് ലൈഫിലെ ഏറ്റവും വലിയ ഘട്ടം, അങ്ങനെയാണ്. ബട്ട് അത്രയും ഒരു ഇത് ഇപ്പോഴത്തെ പേരൻസിന് ഇല്ലാതെ തോന്നുന്നുണ്ടല്ലേ. SSLC ആണ് കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴത്തെ പേരൻസിന് ഇല്ലാതെ തോന്നാസ്. ഞാനും ഒരു പേരൻ്റായി, അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇപ്പോൾ ഇല്ല. കാരണം കുട്ടികളല്ലേ, അങ്ങ് ഫുൾ മാർക്ക് തന്നെ മേടിച്ച് പാസ്സാവണം അങ്ങനത്തെ ഒരു മൈൻഡൊന്നും എനിക്കില്ല. അവർ പാസ്സായി അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 10ൽ ട്യൂഷൻ പഠിക്കുമ്പോൾ ആ ട്യൂഷനിൽ ഓണറിൻ്റെ വീട്ടിൽ കുട്ടികളെ സ്റ്റേ ചെയ്യിപ്പിച്ച് നിർത്തി 10 ദിവസത്തെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. SSLCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ദേവിക എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് എന്നുള്ള ആളുടെ നെയിം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയതാണ്. പിന്നെ 10th കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡായി, ഹയർ സെക്കൻഡറി വേറെ സ്കൂളിലൊക്കെ പോയിട്ട് അങ്ങനെ. എന്നാൽ നമ്മൾ കോൺടാക്റ്റ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോൺടാക്റ്റ് ഒന്നും ഇല്ല, എങ്കിലും എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും വരും. ഇപ്പം എൻ്റെ കല്യാണത്തിനാണെങ്കിലും എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനാണെങ്കിലും ഒക്കെ അവൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ പരിപാടിക്കും അവൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു എത്ര ദൂരത്താണെങ്കിലും അവളുടെ ഫങ്ഷൻ വരുമ്പം എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് വീട്ടിലെത്തിയിട്ട് 2 ദിവസമായി. ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വന്ന വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് അവളുടെ എൻഗേജ്മെൻറ്റിന് പോകുന്ന അവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നും കാണില്ല, കാരണം എല്ലാവരും വളർന്ന് വലുതായില്ല. അപ്പം മിക്കുള്ളവരും പുറത്ത് സെറ്റിൽഡ് ആയിട്ടുണ്ട്. അപ്പം നാട്ടിലുള്ളവരൊക്കെ വരും. അപ്പോൾ അവിടെ ഉള്ളവരെയൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. വരുന്നവരെല്ലാവരും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകാം. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് എൻഗേജ്മെൻറ്റ് കാണാൻ പറ്റിയില്ല, മോതിരന്മാരിൽ കാണാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഫാമിലീസ് വൈസ് ചെക്കനും പെണ്ണിൻ്റെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി. ഇതിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മയും ഒക്കെയാണ് കേട്ടോ കൂടെ ഒപ്പം ഉണ്ടായിരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിവരെ കാണുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. സദ്യയായിരുന്നു, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഓഡിറ്റോറിയത്തിൽ ഇരുന്നപ്പോഴത്തേക്കും ഇവിടെ ചെക്കനും പെണ്ണും അവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇതാണ് ദേവിക. ഞങ്ങൾ സ്കൂൾ ടൈംസൊക്കെ ഒരുമിച്ച് പഠിക്കുക മാത്രമല്ല, എല്ലാത്തിനും ഒരുമിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഏതൊരു വിശേഷത്തിന് പോയാലും ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇപ്പം നിർബന്ധമാണല്ലോ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അൻസു ആണ്. അപ്പോൾ അവളെ കുറേ നാൾക്ക് ശേഷം കണ്ടതിൻ്റെ പിന്നെ നമുക്ക് എപ്പോഴും ഒന്നും ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ, എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കിലല്ലേ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോഴേ കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ നാത്തൂരെയും കൊണ്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവളുടെ കൂടെയും സത്യം പറഞ്ഞാൽ ഇതുവരെ നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു പരിഭവമൊക്കെ തീർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി റെഡി ആയതിന് ശേഷം നമ്മളിന്ന് സിനിമയ്ക്ക് പോവാണ്. സിനിമയെന്ന് പറയുമ്പോൾ പുഷ്പ റിലീസായ ഡേ ആണ് കേട്ടോ. അപ്പോൾ റിലീസിൻ്റെ അന്ന് തന്നെ കാണുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുഷ്പ പാർട്ട് 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് 2 കാണണം. അതുപോലുള്ള അല്ലു അർജുൻ്റെ ഒരു ഫാനാണ് കേട്ടോ ഞാൻ. നമ്മളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ടൈമിൽ നമ്മളുടെയൊക്കെ സെലിബ്രിറ്റി ക്രഷായിരുന്നു അല്ലു അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയ്ക്ക് കുറേ നെഗറ്റീവ് റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതിൽ 3.5 മണിക്കൂറുണ്ട് സിനിമ. 3.5 മണിക്കൂർ നമുക്ക് ബോറടിപ്പിക്കാതിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു കേട്ടോ. നല്ല ഫൈറ്റ് സീൻസൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമുക്ക് അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡെക്കറേഷൻസ് ആയിരുന്നു. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പപ്പാസൊക്കെ ആയിട്ട് ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ ഫൈസൂന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഫൈസൂനെ ഒന്ന് കളിക്കാൻ വേണ്ടി വിടാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്ലേ സ്റ്റേഷനിൽ കുറച്ച് നേരം നിന്ന് ഫൈസ് കളിക്കുമായിരുന്നു. പക്ഷേ ഫൈസു
കുഞ്ഞു ബേബി ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഐറ്റംസിലൊന്നും അവനിക്ക് കളിക്കാൻ പറ്റില്ല. എന്താ പറയുക, അവർക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒന്നും ഞാൻ അവിടെ അതിൽ കണ്ടില്ല കേട്ടോ. ഒക്കെ അതിന് നമ്മളുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ കറങ്ങിയിട്ട് മോളിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാണോ. വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നമ്മൾ വിചാരിച്ചു എന്തായാലും നൈറ്റ് ഒരു ടൈമായില്ല, അപ്പോൾ നമുക്ക് വെറുതെ ബീച്ചിലും കൂടെ ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.